എന്താ ഫോട്ടോ വേണ്ടാത്ത? അതെന്താ? അമ്മയ്ക്ക് തരുമോ ബിസ്ക്കറ്റ്? ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടുണ്ട് സമയം. അപ്പം ഞങ്ങൾ ഈവനിങ് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴം എന്ന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പം അവളുടെ ഫേവറേറ്റ് ആണ് പഴം. അയ്യോ, ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പൊ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഈവനിങ് സ്നാക്കായിട്ട് ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. മോനില്ല ഇവിടെ. മോൻ അവന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പം ഞാനും മോളും മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആളെങ്കിൽ വരും മോൻ. ഞാൻ എൻ്റെ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ പറയാം. രാവിലെ തൊട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഒരു 8 o'clock ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. 8 o'clock ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുക, ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുമൊന്നുമില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ സീരിയലൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. മ്യൂസ്ലി, കോൺഫ്ലേക്സ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ബ്രെഡ്, ജാം അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും. ചില ദിവസമൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പിന്നെ ലഞ്ചാണ്. ലഞ്ച് എന്തെങ്കിലും റൈസ്, എന്തെങ്കിലും കേർഡ് റൈസ്, അതുപോലെ ലെമൺ റൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ലഞ്ചായിട്ട് തന്നെ ഉണ്ടാക്കും. റൈസും കറിയും തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അത് തന്നെയായിരിക്കും ഞങ്ങൾ രാത്രിയിലും കഴിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ അപ്പം തന്നെ കഴിയും. പിന്നെ ക്ലീനിങ് ഒക്കെയാണ്, അത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ കുട്ടികളായിട്ടുള്ള നോട്ടം, പിന്നെ എൻ്റെ വർക്ക്. അതാണ് ആക്ച്വലി എൻ്റെ വർക്ക് പാറ്റേൺ. അപ്പോൾ ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. എനിക്കിനി 5:30 വരെ വർക്കുണ്ട്. അപ്പം ആൾക്ക് ഞാൻ ഫുഡ് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവളെ ഉറക്കിയിട്ട് ബാക്കിയുള്ള വർക്ക് എനിക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയുണ്ട് കുറേ ഡ്യൂട്ടീസ്. അപ്പോൾ ഒക്കെ എടുത്ത് ഉറക്കിയിട്ട് വരാം. അങ്ങനെ വർക്ക് ഫിനിഷ് ചെയ്തു. ഇനി നമുക്കൊരു കോഫി കുടിച്ചാലോ? ഞാൻ ഭയങ്കര കോഫി പേഴ്സണാണ്. എനിക്ക് കോഫി വേണം. കോഫി ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പം പതുക്കെ പോയൊരു കോഫിയൊക്കെ ഉണ്ടാക്കി ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും എനിക്ക് ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറേ തുണി മടക്കി വെക്കാനുണ്ട്. അതായത് 2 days ആയിട്ട് ഭയങ്കര മഴ ആയതുകൊണ്ട് എനിക്ക് തുണി ഉണക്കലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. തുണി ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം ഉണങ്ങി. ഒരു 2-3 daysലെ തുണികൾ കുറേ കൂമ്പാരമായിട്ട് സോഫയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുക, അലമാരയിൽ വെക്കുക. ഇതാണ് ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അത് ചെയ്തേ പറ്റൂ. എനിക്കതൊക്കെ അറേഞ്ച് ചെയ്ത് അലമാരയിൽ അടുക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഭയങ്കര മസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൂമ്പാരം. അപ്പം ഇതൊക്കെ ഞാൻ പതുക്കെ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുണിയെല്ലാം ഫോൾഡ് ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെ എല്ലാം നീറ്റായിട്ടിരിക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മോൻ വരും. മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഫൺ ടൈമാണ്. കുറച്ച് നേരം കളിക്കും, കുറച്ച് നേരം ഞങ്ങൾ ABCD 1 2 3 ഒക്കെ പഠിക്കും. അതൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിന്നർ ടൈം, പിന്നെ ഉറക്കം, അതൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വ്ളോഗ്.